ലൂക്കോസിന്റെ സുവിശേഷം നമുക്കൊരുമിച്ച് വായിക്കാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടിവിപ്പാനും. വായിച്ച വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ചിന്തിച്ചു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഹല്ലേലൂയ. ആരുടെ മേല പരിശുദ്ധാത്മാവുള്ളത്? പരിശുദ്ധാത്മാവുള്ളത് സുവിശേഷം അറിയിക്കുന്നവരോട്. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വന്നാൽ അവൻ്റെ പ്രത്യേകത, അവൻ സുവിശേഷം അറിയിക്കും. പിശാചിന് ഏറ്റവും ഭയമുള്ളത് സുവിശേഷം. സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷം അറിയിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ? സ്തോത്രം. ഇതിനകത്ത് വ്യാപരിക്കുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്, അളവറ്റൊരു ദൈവശക്തിയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെടും. ഇത് പിശാചിന് ഇഷ്ടമല്ല. 1-ാം നൂറ്റാണ്ട് മുതൽ സുവിശേഷം വെളിപ്പെട്ടപ്പോൾ സഭയ്ക്ക് പീഡനം ഉണ്ടാകാൻ കാരണം എന്താ? സഭയ്ക്ക് പീഡനം ഉണ്ടാകാൻ കാരണം സുവിശേഷമാണ്. പത്രോസ് ജയിലിൽ പോകാൻ കാരണം എന്താ? സുവിശേഷം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:13 വായിക്കുമ്പോൾ, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ ആചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. എന്താണെന്നറിയോ? സുവിശേഷം വെളിപ്പെട്ടാൽ ഒന്ന്, രക്ഷ വെളിപ്പെടും. സുവിശേഷം സ്തോത്രം പ്രസംഗിച്ചാൽ രക്ഷ. അതുകൊണ്ട് പിശാച് പറഞ്ഞു സുവിശേഷം എന്ത് ചെയ്യണ്ട. പിന്നെ എന്തില്ല? സുവിശേഷം ഇല്ല. പിശാച് പറഞ്ഞു സുവിശേഷം ഒന്നും എന്ത് ചെയ്യണ്ട. പ്രസംഗിച്ചാൽ ഒന്നാമത് വെളിപ്പെടും, രക്ഷ വെളിപ്പെടും. 2, പരിശുദ്ധാത്മ ഈ രക്ഷ പ്രാപിച്ചവന്റെ മേൽ ഒരു മുദ്രയുണ്ട്. ഇത് വെളിപ്പെടും. നമ്മൾ എന്തുകൊണ്ടാണ് മുദ്രയിട്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് കൊണ്ട്. സ്തോത്രം. തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി, യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മൾ എന്ത് ചെയ്തിരിക്കുക? പരിശുദ്ധാത്മാവിനാൽ. സ്തോത്രം. നമ്മൾ എന്ത് ചെയ്തിരിക്കുക? പരിശുദ്ധാത്മാവിനാൽ. ഇത് പകല് പറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ടിരിക്കുന്നു. അടുത്തിരിക്കുന്ന ഒരാളിന് കരം കൊടുത്ത് പറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ടിരിക്കുന്നു. ഓ ഓ ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ മുദ്രയിട്ടെങ്കിൽ ആമേൻ സ്തോത്രം. ഇന്ന് പകല് ഞാനൊരു ഉദാഹരണം പറയാം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരം എഴുതുമ്പോൾ, സ്തോത്രം, വെള്ള പേപ്പറിലല്ല നമ്മൾ ഇത് എഴുതുന്നത്. പിന്നെ ഏത് പേപ്പറിലാ? മുദ്ര പേപ്പറില്ല. ആ മുദ്ര പേപ്പറിന്റെ പ്രത്യേകത എന്താ? അത് ഗവൺമെന്റിന്റെ. വെള്ള പേപ്പറിൽ എഴുതിയ അതിന് വാല്യൂ ഉണ്ടോ? ഉണ്ടോ? ചില കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ള പേപ്പറിലാണ് എഴുതുന്നത്. പക്ഷെ അതിന് വാല്യൂ വരണമെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യണം? ഒരു സ്റ്റാമ്പ് കണ്ടിട്ടുണ്ടോ? ആ സ്റ്റാമ്പ് ഒട്ടിക്കുമ്പോഴാണ് ആ പേപ്പറിന് എന്ത് ചെയ്യുന്നത്? ആ എഴുത്തിന് വാല്യൂ ഉണ്ടാക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ വാല്യൂ എവിടെ ഇരിക്കുന്നത്? എവിടെ ഇരിക്കുന്നത്? നമുക്ക് വാല്യൂ ഉണ്ടായത് എങ്ങനെയാ? പരിശുദ്ധാത്മാവിനാൽ
നമ്മൾ എന്ത് ചെയ്തിരിക്കാം? ഓ, ഇന്ന് പകലിൽ ഈ മുദ്ര കണ്ടാൽ, കണ്ടോ, നമ്മുടെ ആധാരത്തിന്റെ ആ മുദ്രപത്രം കണ്ടാൽ, നമ്മുടെ പേര് അതിനകത്ത് കണ്ടാൽ, അത് ആ പ്രോപ്പർട്ടി ആർക്കുള്ളതാ? നമുക്കിടെ സ്വന്തമാ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര കാണുമ്പോൾ സ്വർഗം പറയും, നീ എന്റെ സ്വന്തം. സ്വോത്ര 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 സ്വോത്ര. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മുദ്ര കാണുമ്പോൾ പിശാചിന് മനസ്സിലാകും, ഇത് എനിക്കുള്ളതല്ല, ഇത് സ്വർഗത്തിന്റെ പ്രോപ്പർട്ടിയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ മുദ്ര കാണുമ്പോൾ, സ്തോത്രം, ഈ മുദ്ര പത്രം കൊണ്ട് ഇത് പകലെ കണ്ടോ, ഈ മുദ്ര കാണുമ്പോൾ പിശാച് അടുക്കത്തില്ല. ദൈവകുഞ്ഞൻ നിന്നെ കാണുമ്പോൾ പിശാച് കാണുന്നത് സ്തോത്രം, ഈ കോട്ടല്ല കാണുന്നേ, ഈ കോട്ടിന്റെ ടൈ അല്ല കാണുന്നേ. പിശാച് കാണുന്നത് എന്തെന്നറിയാമോ? എന്റെ മേലൊരു മുദ്ര കിടക്കുകയാ. ഇത് കാണുമ്പോൾ അവൻ പറയും, അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട. ഇയ്യോബിന്റെ മേലൊരു മുദ്ര കിടന്നു. അവൻ സ്വർഗത്തിൽ ചെന്ന് പറഞ്ഞു, നീ ആ മുദ്ര ഒന്ന് പൊട്ടിക്ക്, ഞാൻ അതിനകത്തൊന്ന് കയറട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ദൈവകുഞ്ഞൻ നിന്നെ കണ്ടാൽ പിശാച് പറയും, അവൻ പോയിട്ടല്ലാതെ എനിക്ക് കടപ്പാൻ കഴിയത്തില്ല, അവൻ ആ വഴിക്ക് പോയിട്ടല്ലാതെ എനിക്ക് പോകാൻ കഴിയത്തില്ല. കാരണം എന്താ? അവന്റെ മേൽ മുദ്ര കിടക്കുന്നു. ഇന്ന് പകൽക്കാലം പിടിക്കാൻ പറ്റോ? ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആർക്കെങ്കിലും പിടിക്കാൻ പറ്റോ? ഇന്ന് പകൽക്കാലം പിടിച്ചോണം. ഹല്ലേലൂയ. സ്വർഗം പറയുക, സ്തോത്രം, മുദ്ര കണ്ടാൽ പിശാച് അടുക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്റെ മേൽ കിടക്കുന്ന മുദ്ര കണ്ടാൽ പിശാചിനെ അടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം, ദൈവകുഞ്ഞെ, നീ ഒരു വഴിക്ക് പോയാൽ ആ വഴിക്ക് എതിരായി പിശാചിന് വരാൻ പറ്റത്തില്ല. എന്തെന്നറിയാമോ? മുദ്രയുള്ളവനെ കണ്ടാൽ പിന്നെ അതിനെ അടുക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ, നീ ഒരു വീട്ടിൽ പാർത്താൽ, നീ ഒരു ദേശത്ത് പാർത്താൽ ശത്രുവിന് വരാൻ കഴിയത്തില്ല. കാരണം എന്താ? രക്ഷയെന്ന ഒരു മുദ്ര നിന്റെ മേൽ അടിച്ചിരിക്കുകയാ. നീ ലോകത്തിലുള്ളവനല്ല, നീ ലോകത്തിലുള്ളവളല്ല, നീ ദൈവത്തിലുള്ളതാ. ഹല്ലേലൂയ. ഇന്ന് പകല മുദ്ര വിളിച്ചു പറയുന്നത്, നീ ദൈവത്തിനുള്ളതാ. 2024 നമ്മൾ പ്രവേശിക്കാൻ പോണത് സ്തോത്രം, മുദ്രയില്ലാത്ത പേപ്പറല്ല. സ്തോത്രം, ഇന്ന് പകലിൽ ഞാൻ പറയുന്നു, നമ്മൾ ഇരിക്കുന്നതിനെ ഗമയ്ക്കുവാണോ ഇരിക്കാൻ? സ്തോത്രം. സ്റ്റാമ്പ് ഒട്ടിക്കാത്ത പേപ്പർ പോലെ ആരും ഇവിടെ ഇരിക്കരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവവേദലാണോ? ദൈവകുഞ്ഞ്, നിനക്ക് വാല്യൂ ഉണ്ട്, നിനക്ക് വാല്യൂ ഉണ്ടെന്ന്. സ്തോത്രം. പിശാചിന് നിങ്ങളെ കാണുമ്പോൾ പേടിയാ. ഇത് തിരിച്ചറിയാത്ത നമ്മൾ പിശാചിനെ പേടിച്ചോടുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. 2024 പ്രവേശിക്കുന്ന ദൈവ പൈതല്, നീ 2024 കാല് വയ്ക്കുന്നത് സ്തോത്രം സാധാരണ വ്യക്തിയായിട്ടല്ല. എന്റെ മേലൊരു മുദ്ര കിടപ്പുണ്ട്. പിശാച് കഴിഞ്ഞ നാളുകളിൽ എന്റെ കുടുംബത്തിനകത്ത് കയറി നീ ശൂന്യതകൾ വരുത്തി. നീ എന്റെ കുടുംബത്തിനകത്ത് കയറി നിരാശകൾ വരുത്തി, തകർച്ചകൾ വരുത്തി. പക്ഷേ 2024 ഞാൻ പ്രവേശിക്കുമ്പോൾ രക്ഷ എന്നൊരു മുദ്ര എന്റെ മേൽ കിടക്കുന്നു. നിരാശപ്പെട്ട് തലകുനിച്ച് നടക്കാനല്ല ദൈവം വിളിച്ചത്. ഈ മുദ്ര കിടന്നാലുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഈ മുദ്ര കിടന്നാലുള്ള പ്രത്യേകത, ദൂതൻ വന്ന് രാത്രി പത്രോസിനെ തട്ടി ഉണർത്തി. നീ ഇവിടെ കിടക്കാനുള്ളവനല്ല. ഓ, എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇന്ന് പകൽ ഇതിനകത്ത് ആരെയൊക്കെ ദൈവം റിലീസ് ചെയ്യാൻ പോവാ, ആരെയൊക്കെ ദൈവം കെട്ടഴിച്ചു വിടാൻ പോവുകയാണ്. എവിടെയൊക്കെ നിന്നെ ഒതുക്കി വെച്ചിരുന്ന കെട്ടുകളെ ഇന്ന് പകൽക്കാലം ദൈവം അഴിച്ചു മാറ്റാൻ പോവുക. എനിക്കറിയാം നിങ്ങൾ ആരും ദൂത് ഏറ്റെടുത്തില്ലെങ്കിൽ ഇന്ന് പകൽ ഞാൻ അതിന് പിടിക്കും. ഹല്ലേലൂയ. എനിക്കറിയാം ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം എനിക്കറിയാം. ഹല്ലേലൂയ. ദൂതൻ വന്നിട്ട് പറഞ്ഞു, പത്രോസ്, നീ ഇവിടെ കിടക്കാനുള്ളവനല്ല, നീ ഇവിടെ കിടക്കാനുള്ളവനല്ല,
നീ എഴുന്നേൽക്ക. ഇന്ന് പകൽ ഞാൻ ഒരു ദൂത് കൈമാറും. ആമേൻ, സ്തോത്രം. നീ ഏത് കാരാഗ്രഹത്തിനകത്ത് കിടന്നാലും, ആമൻ, മുദ്ര കിടക്കുന്നിടത്തോളം കാലം, ആമൻ, ഹേരോദാവിന്റെ ഇഷ്ടം നിന്റെ മേൽ നടക്കത്തില്ല, നിന്റെ കുടുംബത്തിന്റെ മേൽ നടക്കത്തില്ല, നിന്റെ തലമുറമേൽ, നിന്റെ തലമുറമേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, ദൈവം പൈതലെ നിന്റെ മേൽ പിശാചിന്റെ, ആമൻ, ലക്ഷ്യം നടക്കത്തില്ല, നടക്കത്തില്ല. ഇന്ന് പകൽ പറ, പിശാച്, നിന്റെ ലക്ഷ്യം എന്റെ കുടുംബത്തിൽ നടക്കത്തില്ല, എന്റെ കുഞ്ഞിന്റെ മേൽ നടക്കത്തില്ല, നടക്കത്തില്ല, നടക്കത്തില്ല. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നീ ഏത് കാരാഗ്രഹത്തിനകത്ത് കിടന്നാലും പിശാചിന്റെ, ആമേൻ, സ്തോത്രം, ലക്ഷ്യം നടക്കത്തില്ല. എന്തിനാ പത്രോസിനെ കാരാഗ്രഹത്തിനകത്തിട്ടെ? യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നപ്പോൾ ജനത്തിന് സന്തോഷമായി, കയ്യടി കൂടുതൽ കിട്ടി. അപ്പോൾ വിചാരിച്ചു പത്രോസിനെയും കൊല്ലാം, അപ്പോൾ ഇനി ഇരട്ടി, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കയ്യടി കിട്ടാം. ആമേൻ. പിശാചേ, നിനക്ക്, ആമേൻ, ദൈവ പദ്ധതിയുള്ളവനെ തൊടാൻ പറ്റുകയില്ല, വാഗ്ദത്തമുള്ളവനെ തൊടാൻ പറ്റുകയില്ല. ആമേൻ, സ്തോത്രം. വാഗ്ദത്തം ഉള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നാലും, മുദ്രയുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നാലും, ആമൻ, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരും. ആമൻ, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരും. ഇന്ന് പകൽ ഞാൻ പറയും, ഇന്ന് പകൽ ഞാൻ പറയും, ദൈവകുഞ്ഞേ, ആമൻ, ആർക്കും സഹായിക്കാൻ കഴിയാത്തടത്ത്, ആമേൻ, സ്തോത്രം, പത്രോസേ, ഇന്നലെ നിന്നോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച, ആമേൻ, കൂട്ടുകാരെവിടെ? ബാക്കി 11 അപ്പോസ്തലന്മാർ, ആമേൻ, 10 അപ്പോസ്തലന്മാർ എവിടെ? 10 അപ്പോസ്തലന്മാർ എവിടെ? നിനക്ക് തുണ നിന്നോ? നിന്നെ അന്വേഷിച്ചു വന്നു? ആരും വന്നില്ലല്ലോ. പക്ഷെ ആരും വന്നില്ലെങ്കിലും എന്റെ ദൂതൻ, ആമേൻ, കാരാഗ്രഹത്തിനകത്ത്, ശത്രുവിന്റെ പ്രതീക്ഷ കൂട്ടിനകത്ത്, ശത്രുവിന്റെ പ്രതീക്ഷ കൂട്ടിനകത്തിറങ്ങും. 10 അപ്പോസ്തലന്മാരെ തടയാൻ പറ്റും, ദൂതനെ തടയാൻ പറ്റുമോ? ദൂതനെ തടയാൻ പറ്റില്ല. ഇന്ന് പകൽ ദൈവ പൈതലെ, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൂതനെ തടയാൻ പറ്റില്ല. നിങ്ങളെ സഹായിക്കാൻ വരുന്ന മനുഷ്യനെ തടയാൻ പറ്റും. നിനക്ക് സഹായമായി വരുന്ന ഒരു മനുഷ്യനെ തടയാൻ പറ്റും. നിന്റെ സഹായഹസ്തങ്ങളെ ചിലത് തടയാൻ പറ്റും. ഹല്ലേലൂയ. നിന്റെ നന്മകളെ ചിലതിനെ തടയാൻ പറ്റും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ മുദ്രയേറ്റ നിന്നെ തൊടാൻ പറ്റത്തില്ല, പക്ഷെ ദൂതനെ തൊടാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം മനുഷ്യൻ നിന്റെ നന്മകളെ തടയും, മനുഷ്യൻ നിന്റെ വാതിലുകളെ അടയ്ക്കും. പക്ഷെ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം ഇറങ്ങി വരുന്നതിനു വേണ്ടി, സാധാരണ ദൂതനല്ല, മുദ്രയിട്ടവന് വേണ്ടി ഇറങ്ങി വരുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുക, കർത്താവിന്റെ ദൂതൻ ഇറങ്ങി. ഇന്ന് പകൽ പറയണ, എനിക്ക് വേണ്ടി കർത്താവിന്റെ ദൂതൻ ഇറങ്ങും. മിഖായേലിന്റെ സംഘത്തിലുള്ള ഒരു ദൂതനല്ല എനിക്ക് വേണ്ടി ഇറങ്ങുന്നേ. എനിക്ക് വേണ്ടി ഇറങ്ങുന്നത് സാധാരണ ഒരു ദൂതനല്ല, കർത്താവിന്റെ ദൂതൻ ഇറങ്ങും. എന്താ കർത്താവിന്റെ ദൂതൻ ഇറങ്ങാൻ കാരണം? കർത്താവിന്റെ മുദ്ര കിടക്കുക എൻ്റെ മേൽ. കർത്താവിന്റെ മുദ്ര, പരിശുദ്ധാത്മാവിന്റെ മുദ്ര കിടക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതൻ സാധാരണ ദൂതനല്ല, ഒരു സ്പെഷ്യൽ ദൂതൻ ഇറങ്ങുക. ഇന്ന് പകൽക്കാലം ആർക്കൊക്കെ വേണ്ടി സ്പെഷ്യൽ ദൂതൻ ഇറങ്ങാൻ പോവുക? ഇതിനകത്ത് സ്പെഷ്യൽ ദൂതൻ ഇറങ്ങാൻ പോവുക. ഹല്ലേലൂയ. ഞാൻ പറയുന്നു ദൈവ പൈതലെ, ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, 2024 പ്രവേശിക്കുന്നത് കാരാഗ്രഹത്തിനകത്ത് കിടക്കയല്ല. ഇന്ന് പകൽക്കാലം ദൈവം ചിലതിനെ തുറന്ന് പുറത്തെടുക്കാൻ പോവുകയാണ്. ഈ കർത്താവിന്റെ ദൂതൻ ഇറങ്ങിയുള്ള പ്രത്യേകത, മുദ്രയിട്ടവൻ എഴുന്നേറ്റു. ശ്രദ്ധിക്കണേ, ആമേൻ, സ്തോത്രം. മുദ്രയിട്ടവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ, ഒരു സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ 1-ാം ഗേറ്റ് തുറന്നു, 1-ാം കാവൽ തുറന്നു, 2-ാം കാവൽ തുറന്നു. ഹല്ലേലൂയ. പത്രോസേ, ആരാ ലോക്ക് പൊട്ടിച്ചേ? ഹല്ലേലൂയ. ഈ മുദ്ര കിടക്കുമ്പോൾ ഒരൊറ്റ മർമ്മം പറ, ഇത് സെൻസറായി. ഈ മുദ്ര വലിയ മാളിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ? അവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല, നമ്മൾ ചെന്നാൽ മതി, ഡോർ എന്ത് ചെയ്യും? മുദ്രയുടെ പ്രത്യേകത ഉണ്ട്, ഇത് സെൻസർ. ഒരു ദൈവ പൈതൽ ഒരു സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ മുമ്പ് കിടക്കുന്ന വാതിൽ ഓട്ടോമാറ്റിക് സെൻസറാ.
നിന്റെ മേൽ ഒരു സെൻസർ ദൈവം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നീ ചെല്ലുമ്പോൾ വാതിലുകൾ സ്വതവേ വാതിലുകൾ തുറക്കാം, വാതിലുകൾ തുറക്കാം, വാതിലുകൾ തുറക്കാം. ഒന്നാം കാവലും രണ്ടാം കാവലും തുറന്നു. അവൻ പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ. ഇതാ നിന്റെ തലമുറ പുറത്തോട്ട് പോകാൻ പറ്റാതെ. ഇന്ന് പകലിൽ റോബർട്ട് ബ്രദറെ സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങിയാൽ ഇന്ന് പകൽക്കാലം സെൻസർ ദൈവം ചെയ്യുക, സെൻസർ ഫിറ്റ് ചെയ്യുക. ഇതിനകത്ത് സെൻസർ നിങ്ങളുടെ മേലുണ്ട്. ആ സെൻസർ പക്ഷെ ഇതുവരെ ഇത് പ്രവർത്തിച്ചു തുടങ്ങിയില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ അതിനെ റിലീസ് ചെയ്യാൻ പോവുക. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ആ സെൻസർ വർക്ക് ചെയ്യാൻ പോവുക. ചില വാതിലുകൾ ഇന്ന് പകൽക്കാലം തുറക്കുകയാ. സ്വതവേ തുറക്കുന്നു. ആരും നിനക്ക് വേണ്ടി തുറക്കണ്ട, ആരും നിനക്ക് വേണ്ടി തുറക്കണ്ട. ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. അവൻ ഇന്നലകൾ നീ പറഞ്ഞില്ലേ എനിക്കാരും സഹായിക്കാനില്ലെന്ന്. ഇന്നലകൾ നീ പറഞ്ഞില്ലേ എന്നെ കൈത്താങ്ങാൻ ആരുമില്ലെന്ന്. ഇന്നലകൾ നീ പറഞ്ഞില്ലേ ആരും എന്നെ കൈപിടിച്ച് നടത്താനില്ലെന്ന്. ഇന്ന് പകൽക്കാലം സ്വർഗം നിന്നെ നോക്കി വിളിച്ചു പറയുന്നു. ഇത് പ്രവർത്തിക്കാൻ പോവുകയാ. 2024 വിക്ടറി ഇന്റർനാഷണൽ മലയാള സർവീസിലെ ദൈവമക്കളുടെ മേൽ ഈ മഹത്വം കൊണ്ട് വെളിപ്പെടാൻ പോവുക. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തുറക്കാത്ത വാതിലുകൾ കാണത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ വാതിലുകൾ തുറന്നു വരുന്നത് ഞാൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞു. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോവുക, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോവുക, കാണാൻ പോവാന്ന്. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ് വാതിലുകൾ തുറന്നു വരുന്നത്. പകല് ഞാൻ അതിനെ പിടിച്ചെടുക്കുകയാ. നിങ്ങളുടെ വാതിൽ എനിക്ക് വേണ്ടി തുറക്കും. ഈ രക്ഷ എന്റെ അകത്ത് കിടക്കുന്നത് കൊണ്ട്, ഈ മുദ്ര എന്റെ മേൽ പതിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് വാതിലുകൾ തുറക്കും. സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ പറയുന്നു ഈ സുവിശേഷം വെളിപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചേ? ബദ്ധന്മാർക്ക് വിടുതൽ. കണ്ടോ? ഗോസ്പൽ വെളിപ്പെട്ടാൽ ബദ്ധന്മാർക്ക് ബന്ധിക്കപ്പെട്ട് കിടക്കാം. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാർക്ക് വിടുതൽ. സ്തോത്രം. ഈ സുവിശേഷം വെളിപ്പെട്ടാൽ ഇത് 3 വെളിപ്പെടും. സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ ആ വചനത്തെ നിങ്ങളിലേക്ക് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവാം. എന്താ ബദ്ധന്മാർക്ക് വിടുതൽ? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വർഷങ്ങൾ കടന്നുപോയിട്ടും ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു വചനം ഇങ്ങനെ ദൈവം കാണിക്കാം. ഇളയ മകൻ അപ്പൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അപ്പാ, വസ്തുവകകളിൽ എനിക്കുള്ളത് തരണം. അപ്പൻ എന്താ പറഞ്ഞേ? അപ്പൊ തരത്തില്ലെന്ന് പറഞ്ഞോ? നിനക്ക് പ്രായമായില്ലെന്ന് പറഞ്ഞോ? എന്റെ കാലശേഷം തരാന്ന് പറഞ്ഞോ? പിറ്റേ ദിവസം എഴുതി എല്ലാം അവന്റെ കയ്യെ കൊടുത്തു. അവനത് വിറ്റു, സകലത് സ്വരൂപിച്ചു. അപ്പം മിണ്ടിയോ? മിണ്ടിയില്ല. പക്ഷെ മൂത്തവൻ എന്നും പിറുപിറുപ്പ. അപ്പാ, ഒരാടിനെ നീ എനിക്ക് ഇത്ര ഉപവസിച്ചും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മാത്രം ഒന്നും, നമുക്കൊരു വഴി. പറയാ, അപ്പാ, ഇത്രയും കാലം കൂടെ ഇരുന്നിട്ട് നീ എനിക്കൊരാടിനെ
എൻ്റെ സ്നേഹിതന്മാരോടുകൂടെ സന്തോഷിക്കാൻ നീ ഒരാടിനെ എനിക്ക്. അപ്പം പറഞ്ഞിടാ പൊട്ട, നിന്റെ അനുജനെ കണ്ടുപടിയടാ. അവൻ്റെ അവകാശം അവൻ തിരിച്ചറിഞ്ഞു. അവൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു? അപ്പം ആടുണ്ട്, സ്നേഹിതരുണ്ട്, പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് മാറി നിന്ന് അപ്പാ 23 കഴിഞ്ഞു, 24 എന്താകോ ആവോ. അവകാശം അറിയാന്നുള്ളവൻ പറഞ്ഞു, എനിക്കുള്ളത് അപ്പാത്താ. ഇനി എന്നാ ഇത് അനുഭവിക്കാൻ പോകുന്നേ? കാലങ്ങൾ കൊണ്ട് കാത്തിരുന്നു പെട്ടി കയറുന്ന സമയത്താണോ നമ്മൾ നന്മ അനുഭവിക്കാൻ? ഇന്ന് പകൽ ചില മുദ്രകളെ പൊട്ടിക്കാൻ പോവാം. 2024 അപ്പം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ ഞാൻ കയറും, ഞാനത് പ്രാപിക്കും, ഞാനത് അനുഭവിക്കും, എന്റെ തലമുറയെ അനുഭവിക്കും. 2025 26 എന്റെ ശുശ്രൂഷ വെളിപ്പെടുന്നത് എപ്പോഴാ? ഞാൻ എത്ര വർഷം കാത്തിരിക്കണം? ഇനി കാത്തിരിക്കാൻ മനസ്സില്ലെന്ന് എന്റെ അപ്പൻ പറഞ്ഞതിൽ ഞാൻ കയറും, ഞാനത് പ്രാപിക്കും, ഞാനത് പിടിച്ചെടുക്കും. കാത്തിരിക്കാനല്ലെന്ന്. ബന്ധിക്കപ്പെട്ടിരിക്കുക. 36 വർഷമായിട്ട് 38 വർഷമായിട്ട് വിടുതൽ പ്രാപിക്കുന്നവരെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ബീസാന് വിടുതൽ കിട്ടി, കൃഷ്ണകുമാർ അച്ഛന് വിടുതൽ കിട്ടി. അവരൊക്കെ ഇങ്ങോട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. വരുന്നതിന് മുമ്പേ 38 വർഷം കൊണ്ട് പിറുവിർത്തോണ്ട് കിടക്കുക. കർത്താവ് ചോദിക്കുന്ന ഒറ്റ കാര്യം, നിനക്ക് മനസ്സുണ്ടോ? നിന്റെ വാഗ്ദത്തങ്ങളിൽ ഒന്ന് കയറാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ സ്ഥിതി ഒന്ന് മാറ്റാൻ നിനക്ക് മനസ്സുണ്ടോ? കർത്താവിക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ ഞാൻ ഇന്ന് പകൽക്കാലം റെഡിയാ. ഇന്ന് പകൽക്കാലം ദൈവസഭ എഴുന്നേൽക്കട്ടെ. ദൈവസഭ അതിന് സജ്ജരായാൽ ഇനി ബന്ധിക്കപ്പെട്ട് കിടക്കണ്ട. സുവിശേഷം വന്നാൽ ബദ്ധന്മാർക്ക് വിടുതൽ. അടുത്ത് പറഞ്ഞു കുരുടന്മാർക്ക് കാഴ്ച. എന്തെങ്കിലും കാണുന്നുണ്ടോ? 2 കുരുടരുണ്ട്. ജഡത്തിലുള്ള കുരുടൻ, 2 നമ്മുടെ ആത്മീക കണ്ണ്. സുവിശേഷം വന്നാൽ കണ്ണു തുറക്കും. ഹലോ ഹലോ, സുവിശേഷം വന്നാൽ, പരിശുദ്ധാത്മാവ് വന്നാൽ ഇത് പകൽക്കാലം എന്ത് ചെയ്യും? കണ്ണു തുറക്കും. പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മുടെ കണ്ണു തുറക്കും. കണ്ണു തുറന്നാൽ എന്ത് ചെയ്യും? കണ്ണു തുറന്നാൽ അപ്പോഴാണ് നമ്മുടെ മുദ്ര കാണുന്നത്. മുദ്ര കണ്ടവനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വാളിന് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ആമേൻ, ഈ ലോകത്തിന് ഒരു ശക്തിക്കും ദൈവകുഞ്ഞൻ നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? കണ്ണ് തുറക്കുന്നവന് കാരാഗ്രഹത്തിനകത്ത് കിടന്നാലും ആമേൻ അവൻ കൂർക്കം വലിച്ച് കിടന്നുറങ്ങും. ഹല്ലേലൂയ. പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കൂർക്കം വലിച്ചുറങ്ങാനുള്ള കാരണം എന്തെന്നറിയാമോ? അവനറിയാം എന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം പൂർത്തീകരിക്കാതെ എന്നെ തൊടുവാൻ കഴിയത്തില്ല. കണ്ണു തുറന്നവനെ തൊടാൻ പറ്റത്തില്ല. കണ്ണു തുറന്നവനെ ഒതുക്കാൻ പറ്റത്തില്ല. കണ്ണു തുറന്നവനെ ആമേൻ സ്തോത്രം ബന്ധിക്കാൻ പറ്റത്തില്ല. ആമേൻ സ്തോത്രം പിശാചിന് ഒതുക്കാൻ പറ്റത്തില്ല. കണ്ണു തുറന്നവനെ പിശാചിന് ഒതുക്കാൻ പറ്റത്തില്ല. പിശാച് പറയട്ടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ എന്നെ ഒന്ന് ഒതുക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഹല്ലേലൂയ. കണ്ട, കണ്ണു തുറന്നവന് നേരെ അപവാദം പറഞ്ഞ അവൻ കുലുങ്ങി പോകുകയല്ല. പക്ഷെ കുരുടനെ മല്ലം പറഞ്ഞു നോക്കിയേ, എൻ്റെ കണ്ണ് കുരുടായിരുന്നു നോക്കട്ടെ, എന്നെ ഏതെങ്കിലും ദൈവമക്കൾ എന്തെങ്കിലും 4 പറഞ്ഞു നോക്കിയേ, ഞാൻ പറയും പാസ ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ. ഇപ്പോഴേ അവിടുന്ന് ഇവിടെ നോക്കാം കുത്ത് വന്നു തുടങ്ങി. ഇനി വലിയ കുത്ത് വരുന്നതിന് മുമ്പേ കണ്ണ് തുറന്നെങ്കിൽ പറയും പോടാ പിശാച്, നിനക്ക് ആള് മാറിപ്പോയി, നിനക്ക് ആള് മാറിപ്പോയി. നീ കുത്താൻ വന്നാൽ നിന്റെ കൊമ്പൊടിയുന്നതല്ലാതെ ഇതിനകത്തോട്ട് കയറത്തില്ല. കാരണം എന്താ? ഇതിനകത്തൊരു മുദ്ര കിടപ്പുണ്ട്. ഇതിനകത്തോട്ട് നിന്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും
ആമേൻ. നിന്റെ മന്ത്രവാദങ്ങൾ ഒന്നും വിലപ്പാകത്തില്ലെന്ന്, നിന്റെ ആഭിചാരം വിലപ്പാകത്തില്ലെന്ന്, നിന്റെ മന്ത്രവാദം വിലപ്പാകത്തില്ലെന്ന്. എന്റെ അവകാശത്തിന് മുമ്പിൽ അവൻ ഊടാടി സഞ്ചരിക്കുന്ന ഒരുവനുണ്ട്. അവൻ നമ്മുടെ നന്മകൾക്ക് ചുറ്റും ഊടാടി സഞ്ചരിക്കുന്നവർ. അവനോട് മാത്രമേ നമുക്ക് എന്തുള്ളൂ? അവനോട് നമ്മൾ ഒരു കോംപ്രമൈസും പാടില്ല. അവനുമായിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് കാര്യമുള്ള നമ്മുടെ ദൈവമായിട്ടാ. ആമേൻ. കുരുടന്മാരുടെ കണ്ണു തുറക്കുന്നു. അടുത്ത് പറയുന്നു, പീഡിതരെ സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ പോവാം. പീഡിതരെ വിടുവിക്കും. ഇന്ന് പകലിൽ ആ നുകങ്ങൾ പൊട്ടണം. ദൈവകുഞ്ഞെ ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിക്കണം. ഞാൻ പറഞ്ഞു, ഇന്ന് പകൽക്കാല ചില പീഡനങ്ങൾ മാനസികമായി ആരോടും പുറത്തു പറയാൻ പറ്റില്ല. നമ്മൾ സ്വയം അനുഭവിക്കുന്ന ഒത്തിരി ദുഃഖങ്ങളുണ്ട്. പക്ഷെ കണ്ണു തുറന്നാൽ എൻ്റെ പകലിൽ എന്ത് ചെയ്യും? ഈ നുഖങ്ങൾ പൊട്ടും. ഞാൻ പറയുന്നു, ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മളെ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.